हेलो बच्चों, कैसे हैं आप सब। बहुत बढ़िया। आज हम देखने वाले हैं നിങ്ങളുടെ 9th ക്ലാസ്സിലെ चौथा യൂണിറ്റിലെ पहला ചാപ്റ്റർ, നിങ്ങളുടെ 4ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫുട്ബോൾ के दिल के राजा എന്ന പെലെയുടെ ചാപ്റ്റർ ആണ്. सो उसमें क्या है, एक लेग है और लेग ने വളരെ പെട്ടെന്ന് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ. तो आप देख सकते हैं कि इधर क्या है 120 seconds 2 മിനിറ്റിനുള്ളിൽ നമുക്ക് അതിനെ പെട്ടെന്ന് നിങ്ങൾക്ക് വായിച്ചു തരാനുള്ള ഒരു നോട്ടാണ് ഇവിടെ ഉള്ളത്. സോ फटाफट चलते हैं बच्चों. रेडी? क्या है, सोपान जोशीയാണ് രചയിതാവാരാണ്. सोपान जोशी की एक लेग ആണ്. एक लेग जो जो क्या है पड़ताल करता है कि फुटबॉल खिलाड़ी पेले को खेल का राजा क्यों माना जाता है. അപ്പോൾ ഫുട്ബോൾ ഖിലാഡിയായിട്ടുള്ള പെലെയെ എന്തുകൊണ്ടാണ് ഫുട്ബോളിന്റെ രാജാവായിട്ട് കണക്കാക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ ഒരു ലേഖനമാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ജബ്കി കൈ അന്യ മഹാൻ ഖിലാഡി തേ, ആ സമയത്ത് എന്താണ് അന്യ ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു ആ കാലത്ത്. എന്നിട്ടും അദ്ദേഹത്തിന് എന്തുകൊണ്ട് പറയുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. പെലെ ഏകമാത്ര ഖിലാഡി ഹേ ജിനോനെ 3 വിശ്വകപ്പ്, അദ്ദേഹം എന്താണ് ഏകമാത്ര ഒരു സിംഗിൾ പ്ലെയർ ആയിട്ട് അദ്ദേഹം മാറി. എങ്ങനെയാണ് 3 വേൾഡ് കപ്പ് നേടിയത് ആരൊക്കെയാണ്? 1958, 62, 70 കാലഘട്ടത്തിൽ ജയിച്ച 3 വേൾഡ് കപ്പ് അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. സോ ഒരൊറ്റ പ്ലെയറായി അദ്ദേഹം മാറുകയാണ്. ഈ 3 വേൾഡ് കപ്പിലും ബ്രസീലിന് വേണ്ടി പങ്കെടുത്ത ഒരു പ്ലെയറായി മാറുകയും അദ്ദേഹത്തിന്റെ ഈ റെക്കോർഡ് ഇതുവരെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ജീത്തെ ഹാലാക്കി 1960 में वे क्या है ചോട്ടിൽ क्या उनके जो चोट लगी थी 1962 വേൾഡ് കപ്പിൽ എന്താണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. और क्या है जो घरीचा हो रहे थे फिर क्या है उनके 1279 गोल के क्या है रिकॉर्ड पर बहस होती है. ബഹസ് എന്ന് പറയുന്നത് കളിയാക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഇഷ്ടം, അദ്ദേഹത്തിന്റെ ഗോൾസിന്റെ എണ്ണം നിങ്ങൾ കാണാം 1279 ആണ്. ലഗ്ത 1300 के आसपास है. അത്രയും ഉണ്ടായിട്ട് എന്താണ് ബഹസാണ്, ആളുകൾ കളിയാക്കാറുണ്ട്. ക്യൂങ്കി ജ്യാദാതർ ക്ലബ് സ്തർ കെ ഥേ, ഒരുപാട് ഗോൾസ് എന്ന് പറയുന്നത് ക്ലബിന് വേണ്ടി അടിച്ചതായിരുന്നു. ഇന്റർനാഷണൽ മാച്ചസിലല്ല, ക്ലബിന് വേണ്ടി അടിച്ചതായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ആൾക്കാർ കളിയാക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. फिर भी पेले को उनके जो संपूर्ण खेल के लिए अद्वितीय माना जाता है. उनके पास हर हुनर ऊंचे दर्ज का था. അദ്ദേഹത്തിന്റെ അടുത്ത് എല്ലാ സ്കില്ലും, ഷൂട്ടിംഗ് ആയിക്കോട്ടെ, ഡ്രിബ്ലിംഗ് ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള സിസർ കട്ട് ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ അടുത്ത് മറ്റു പ്ലേയേഴ്സിനെ പോലെയല്ല, എല്ലാം അദ്ദേഹം ഹാൻഡിൽ ചെയ്യും. അദ്ദേഹം കംപ്ലീറ്റ് പ്ലേ മേക്കർ ആണെന്നാണ് ഇവിടെ പറയുന്നത്. वे उस युग में खेल जब क्या है डिफेंडर सीधे शारीरिक हमले करते थे, फिर भी उन्होंने शिकायत नहीं की और क्या है कड़ी मेहनत से खुद को മസ്ബൂത്ത് ബനായ രഖ. അദ്ദേഹം കളിച്ച കാലഘട്ടം ഇന്നത്തെ പോലെയല്ല. ഇന്നൊരു ഫൗൾ അടിച്ച അപ്പം തന്നെ റെഡും യെല്ലോ ഒക്കെ കൊടുക്കാം. പണ്ട് അന്നത്തെ കാലത്ത് എന്താണ്, ഡിഫൻഡേഴ്സ് എന്ത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും, എന്ത് തളർത്തിട്ട് കഴിഞ്ഞാലും, അടിച്ചിട്ട് കഴിഞ്ഞാൽ എന്താണ്, റഫറികൾ അങ്ങനെ ഫൗൾ വിളിക്കാറില്ല. അന്നത്തെ കാലത്താണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തു എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉമ്ര के साथ उन्होंने क्या आ गया अपने जो खेल के बदला और खेल का है गोल करने के लिए साथ क्या है गोल साथ दूसरों के लिए मौके भी बनाए. അദ്ദേഹം എന്താണ് പ്രായമാവുന്നതിന് കൂടെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഗോൾ അടിക്കുന്നതിന് കൂടെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, മറ്റൊരാൾക്ക് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനും, അദ്ദേഹം ഗോൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗോൾ പോച്ചർ എന്ന് മാറി ഗോൾ അസിസ്റ്റിംഗിലേക്ക് അദ്ദേഹം മാറി എന്നാണ് ഇവിടെ പറയുന്നത്. വേ ടിവി और इंटरनेट से पहले ही विश्व प्रसिद्ध हो गए थे. ടിവിയും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എന്താണ് അദ്ദേഹം പ്രസിദ്ധനായി മാറിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അവർ ഉन्होंने ഫുട്ബോൾ के विश्व भर लोकप्रिय बनाया. അപ്പോൾ ഫുട്ബോളിനെ അദ്ദേഹം കാരണം എന്നാണ്, ഫുട്ബോളും ലോകമെമ്പാടും അറിയപ്പെടാൻ പെലെ കാരണമായി എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് വിനമ്രതയാണ്, അദ്ദേഹത്തിന് സിംപ്ലിസിറ്റിയാണ്. എപ്പോഴും ഫുട്ബോളിന്റെ അകത്ത് നമ്മൾ എന്തായാലും അദ്ദേഹത്തിന്റെ കഴിവും സ്കില്ലൊക്കെയാണ് നോക്കാറുള്ളത്. മറിച്ച് ഫുട്ബോളിന് പുറത്തെന്താണ് അവരുടെ സിംപ്ലിസിറ്റിയാണ് ഓൾവേസ് മാറ്റർ എന്നൊരു കാര്യം. അദ്ദേഹം എപ്പോഴും ചിരിച്ചുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവമാണ് പുറത്തെല്ലാവർക്കും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ കാരണം എന്നാണ് ഇവിടെ പറയുന്നത്. उन्होंने ये सब तब हासिल किया जब अफ्रीका मूल के क्या है अश्वेत लोगों को जो क्या करते हैं कि अपमानित किया जाता है. അദ്ദേഹം ഇതൊക്കെ അച്ചീവ് ചെയ്തത് എപ്പോഴാണ് എന്നാണ് പറയുന്നത്. ആഫ്രിക്കയിലെ ആൾക്കാരെ എന്താണ് എപ്പോഴും വർഗീയമായിട്ട് എന്താണ് അധിക്ഷേപിക്കുകയും മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാലത്താണ് അദ്ദേഹം പഠിക്കാനും അവസരമില്ല, പട്ടിണിയൊക്കെയുള്ള കാലത്താണ് ഇതൊക്കെ അദ്ദേഹം നേടിയെടുത്തത് എന്നൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ക്യാ ഹേ ഭയാനക് ഗരീബി സെ നിക്കാൽ കർ, അത്രയും പട്ടിണിയിൽ നിന്നാണ്, അതിൽ നിന്ന് മറികടന്ന് പെലെനെ ഫുട്ബോൾ കെ ദിൽ പർ രാജ് കിയ. അങ്ങനെയാണ് പെലെ എന്താണ് ഫുട്ബോളിന്റെ ആ ഒരു ഹൃദയത്തിൽ രാജാവായി മാറിയതെന്ന് പറയുന്നു. और वे हमेशा इसके राजा ही रहेंगे, हमेशा वो राजा ही रहेंगे എന്നാണ് പറയുന്നത്. അദ്ദേഹം ആര്, നമ്മുടെ സോപാൻ ജോഷി അദ്ദേഹത്തിന് പറയുകയാണ് അത് എപ്പോഴും അദ്ദേഹം അത് നിലനിർത്തും എന്ന് പറഞ്ഞാണ്. കാരണം എന്തുകൊണ്ട് ആപ്കോ ബി ജാനത്തെ, കാരണം അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനും അതുപോലെ നമ്മുടെ അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കിംഗ് ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി ആയിക്കോട്ടെ, മേ ബി അദ്ദേഹം ഈ ഒരു ഇതിൽ എപ്പോഴും ഒരു ഇൻസ്പയറിംഗ് ഒരു സ്റ്റോറി കൂടിയാണ്. നിങ്ങൾക്കായാൽ പോലും ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്. ലൈഫിൽ എപ്പോഴും നമുക്ക് എന്താണ് ഹാർഡ് വർക്കിംഗ് ആയാലും നമ്മുടെ ടാലന്റ് ആയാലും എപ്പോഴും നമ്മളെ സക്സസിലേക്ക് എത്തിക്കും. മറിച്ച് നമ്മുടെ സിംപ്ലിസിറ്റി കൂടി എന്നാൽ മാത്രമേ എല്ലാവരും നമ്മളെ ഓർമ്മപ്പെടുത്തൂ. അങ്ങനെയാണ് ലൈഫിൽ ഒരു വലിയൊരു അച്ചീവ്മെന്റ് എന്ന രീതിയിലേക്കാണ് ഇതിനെ നമുക്ക് ഈ ഒരു കഹാനി
कहानी എപ്പോഴും ഒരു प्रेरणादायक ये कहानी एक इंस्पायरिंग स्टोरी है, एक प्रेरणादायक स्टोरी है। तो अच्छे से पढ़ लो बच्चों, अच्छे से मार्क कमाओ। तो इसकी जो मलयालम वर्जन हमारे पास है, ഇതിന്റെ മലയാളം വേർഷൻ എൻ്റെ അടുത്തുണ്ട്। आप जो इंस्टाग्राम पे आके पहले बस लिखाना, पहले എൻ്റെ इंस्टाग्राम DM ൽ വന്ന് എഴുതിയാൽ മാത്രം മതി। आपको क्या है, इसकी जो मलयालम वर्जन आपको इनबॉक्स में मिलेगा। तो बच्चों अच्छे से पढ़ो। मिलते हैं अगली वीडियो में, तब तक के लिए धन्यवाद। थैंक यू।